ുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പഴയ എൻ്റെ കൂടെ അഭിനയിച്ചവരെ ഓർത്ത് സങ്കടമുണ്ട്. പുതിയ രീതിയിൽ ഇങ്ങനെ വരുന്നതിൽ സന്തോഷമുണ്ട്. എന്തായാലും നമ്മളെ വിട്ടു പിരിഞ്ഞു പോയവരെ ഓർക്കാൻ അവർ പരലോകത്തിരുന്ന് ഒരുപക്ഷെ ഈ സംഭവങ്ങൾ കാണുന്നുണ്ടായിരിക്കും, സന്തോഷിക്കും. അവർക്ക് വേണ്ടി നമുക്കൊരു 30 സെക്കൻഡ്സ് എണീറ്റ് നിന്ന് ഒരു മൗനം. ഓക്കെ, 37 വർഷങ്ങൾക്ക് മുമ്പാണ് കിരീടം ഇറങ്ങുന്നത്. അന്ന് ഉണ്ടായിരുന്നവരിൽ ഇപ്പം എനിക്ക് തോന്നുന്നു ജീവിച്ചിരിക്കുന്നത് ശ്രീ മോഹൻലാലും പാർവതിയും ഞാനും ജഗദീഷും ഉഷയുമാണ്. ബാക്കി എല്ലാവരും നമ്മളോട്ട് പോയിരിക്കുന്നു. അപ്പം ഇപ്പോഴും ഞാൻ ആ പടത്തിൻ്റെ കാര്യങ്ങളിൽ, സെറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിക്കുന്നു. അപ്പം സിബി മലയിൽ നിന്നുള്ള ഡയറക്ടർ കൂടെ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു പുള്ളി എങ്ങനെയുള്ള ഒരാളായിരിക്കും, വളരെ സീരിയസ് ആയിരിക്കുമോ, അതും ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ നടക്കുന്നത്. ചിലർക്ക് സെറ്റ് ഇടുമല്ലോ വിനയം, അങ്ങനത്തെ ഒരാളാണോ അതോ ദേഷ്യക്കാരനാണോ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ് ചിത്രാഞ്ജലി നടക്കുമ്പോൾ, അല്ല നെടുമുടി വേണു ഡയറക്റ്റ് ചെയ്യുന്ന ഒരു മലയാളത്തിൽ ആദ്യത്തെ ഒരു സീരിയലുണ്ടായിരുന്നു, കൈരളി വിലാസം. അപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് അവിടെ ഒരു കുരങ്ങനെ കൊണ്ട് കിട്ടി. അപ്പോൾ ആ സെറ്റിൽ എന്തോ ആവശ്യത്തിന് നെടുമുടി ഡയറക്റ്റ് ചെയ്യുന്നതുകൊണ്ട് വേണു ഡയറക്റ്റ് ചെയ്യുന്നതുകൊണ്ട് അരവിന്ദൻ വരുന്നുണ്ട്, ഡയറക്റ്റ് അരവിന്ദൻ. അപ്പോൾ അദ്ദേഹം വളരെ സോഫ്റ്റ്, അങ്ങനെ സംസാരിക്കുന്നൊന്നുമില്ല. അത് ഞാൻ വിചാരിച്ചു സെറ്റായിരിക്കും, ജീനിയസ്, അതുകൊണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അദ്ദേഹം അവിടെ സെറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ അവിടെ കെട്ടിയിരുന്ന കുരങ്ങ് ചാടി അദ്ദേഹത്തിൻ്റെ തോളിൽ ഇരുന്നിട്ട് താടിയിൽ മുടിയിലൊക്കെ ഒഴിച്ചു വെച്ചു. ആരായാലും അയ്യോ അമ്മോ അപ്പോൾ അത് പിടിച്ചു മാറ്റണമെന്ന് പറയും. അപ്പോഴും അരവിന്ദൻ, ആരാ ഇതിൻ്റെ ആള്, ഇത് ഒന്ന് മാറ്റിക്കൂടെ, ആരാ ഇത് എന്ന് പറഞ്ഞു. ഇപ്പോഴത്തേക്ക് അദ്ദേഹം അവിടെ കൊണ്ട് ചെട്ടിയായിരുന്ന ഒരാൾ ഒരെങ്ങനെ പിടിച്ചു മാറ്റി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തിനാ ഇതിനെ വളർത്തുന്നത്? അപ്പോൾ ചെട്ടിയാർ പറഞ്ഞു, ആണോ ഒരു കൗതുകം. അപ്പോൾ ഞാൻ വിചാരിച്ചു സിബിയാണ് അറിയാനുള്ളത്. അപ്പോൾ ഈ കിരീടത്തെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ബാലാജി സാറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അന്ന്. അപ്പോൾ ചെന്നൈയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ശ്രീ മോഹൻലാലിനോട് ഞാനും പോയി, എന്നെയും വിളിച്ചിരുന്നു. അപ്പോൾ ഈവനിങ് ഫ്ലൈറ്റിന് പോകുന്നു, അവിടുത്തെ അന്നത്തെ ഡിന്നർ അറ്റൻഡ് ചെയ്ത് മോർണിംഗ് ഫ്ലൈറ്റിന് വരണം. പിറ്റേന്ന് സീനൊക്കെയുള്ളതാണ്. അങ്ങനെ ഞാൻ അവിടെ വൈകുന്നേരത്തെ ഫ്ലൈറ്റ് ഞങ്ങൾ പോയി അതൊക്കെ അറ്റൻഡ് ചെയ്തു. പിറ്റേന്ന് എയർപോർട്ടിൽ വന്നപ്പോഴത്തേക്കും എല്ലാവരും ടിക്കറ്റ് ഓക്കെ, എൻ്റെ ടിക്കറ്റ് ഓക്കെ ഇല്ല. ഞാനും മോഹൻലാലിട്ടൊക്കെ കോമ്പിനേഷൻ സീനുള്ളതെന്ന് ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ മോഹൻലാലിൻ്റെ അച്ഛനുണ്ട് ഫ്ലൈറ്റ്, വിശ്വനാഥ് സാറുണ്ട്. അപ്പം ലാലി ഒന്ന് റിക്വസ്റ്റ് ചെയ്തു അച്ഛൻ്റെ ടിക്കറ്റ് രാജു യാത്ര ചെയ്തോട്ടോ. അത് ഞാൻ പറഞ്ഞു അയ്യോ ഓക്കെ ഷൂട്ടിംഗ് നടക്കട്ടെ. പക്ഷെ അവിടെ എയർപോർട്ടിൽ അവർ സമ്മതിച്ചില്ല. വെയിറ്റിംഗ് ലിസ്റ്റ് സ്ഥിരം 10 പോകുന്നതാണ്, അന്ന് എൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റ് 1 ഞാൻ പോയില്ല. അങ്ങനെ ഇവരെല്ലാം പോയി. ഞാൻ ചെന്നൈയിൽ അന്നത്തെ മദ്രാസിൽ അവിടെ നിന്നുപോയി. പിറ്റേ ദിവസം ഫ്ലൈറ്റിനാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ഷൂട്ടിങ്ങിന് ഞാനില്ലാത്ത സീൻ എന്ത് വന്ന ഉടനെ എന്നെ സിബി കൊല വിളിക്കും, അതാണ് ഇതാണെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ പേടിച്ച് സെറ്റിൽ ചെന്നു. മാർക്കറ്റാണ് സെറ്റിടുന്ന സമയം. സെറ്റിൽ ചെല്ലുമ്പം അന്ന് ഷൺമോഹണ്ണനാണെന്ന് എൻ്റെ പ്രൊഡക്ഷൻ ചീഫ് മാൻ. വളരെ ടെററാണ് പുള്ളി, എല്ലാവരും ഫയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു ടെററായിരുന്നു പുള്ളി. അപ്പോൾ പുള്ളി എന്ത് പറയുന്നുള്ള സംഭവം, പുള്ളി വന്ന ഉടനെ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. നന്നായി, ഒരു ദിവസം ഷൂട്ടിങ് നിർത്തിയല്ലോ, ഇവിടെ മാർക്കറ്റ് ഇത്രയും ആൾക്കാരെ വിളിച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ അടുത്തത് സിബിയുടെ കൂടെയാണ്. ഇനി അത് അദ്ദേഹത്തിൻ്റെ വായു കൂടെ ഞാൻ അത് കടുതൽ സോറി, പുള്ളി സ്ഥിരം കാണാൻ സ്വാഭാവികം, അത് കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്, അതിൻ്റെ ക്ലോസ് കൊടുത്തത് കുഴപ്പമൊന്നുമില്ല, അല്ല നന്നായിരുന്നില്ല ഫംഗ്ഷൻ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സിബി ഒറിജിനലി അങ്ങനെയാണ്. അരവിന്ദൻ്റെ കാര്യം പറഞ്ഞു, അല്ലാതെ ഒരു സെറ്റല്ല, ഒരു പ്രിട്ടൻഷൻ രീതി അഭിനയിക്കുന്ന രീതിയൊന്നും. അത് അവിടെ നടന്നൊരു സംഭവം 37 വർഷം മുമ്പ് ഞാൻ ആലോചിച്ചു. ഇപ്പം ഞാൻ എന്നെ കണ്ടപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ നിൽക്കുന്ന ആക്ഷനിൽ ഞാൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്, മോഹൻലാലിൻ്റെ എക്സ്പ്രഷനും ജഗദീഷിൻ്റെ നല്ലൊരു അടി കണ്ടിട്ട് എത്ര കാലമായി എന്ന് പറയുന്ന ഒരു ഷോർട്ടാണ് എനിക്ക് മനസ്സിലായി. എന്തായാലും കിരീടം ഒരു വലിയ ട്രെൻഡ് സെക്ടറായിരുന്നു അന്നത്തെ കാലത്ത്. ഇന്നും ആൾക്കാരുടെ നെഞ്ചിൽ നോവായിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് സേതു. അതൊരു സേതുമാധവൻ നമുക്ക് മറക്കാൻ പറ്റില്ല. ഇതിൻ്റെ 2ാം ഭാഗം ആയിട്ട് പേര് ചെങ്കോൽ വന്നപ്പോൾ നജീബും ജഗദീഷും ഞാൻ കൂട്ടുകാരൻ ഞങ്ങൾ രണ്ടുപേരും അതിലും ഉണ്ടായിരുന്നു. അപ്പോൾ ആ പടം ഇപ്പോൾ നല്ല രീതിയിൽ അന്ന് കണ്ട മാതിരിയല്ല, നമ്മൾ പുതിയൊരു എന്താ പറയുക, ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും ഇപ്പോഴത്തെ പടം. അപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ ഇതിനകത്ത് കണ്ട കളർ ഷീൽസ് എല്ലാം ഉണ്ടല്ലോ, അതൊക്കെ അന്നത്തെ ഷീൽസ് ഒന്നും ഇല്ല. അന്നത്തെ ഇങ്ങനെ കുറച്ച് ഷീൽസേ ഉള്ളൂ.
കിരീടവുമായി എനിക്ക് ആത്മബന്ധമാണ്. ഒരുപാട് കാരണങ്ങളുണ്ട്. കിരീടം എന്ന ചിത്രത്തിലാണ് ലൊക്കേഷൻസ് എല്ലാം തന്നെ ലാൻഡ്മാർക്കായി മാറിയത്. കിരീടം പാലം, കിരീടം പലവ്യഞ്ജനക്കട, കിരീടം ജംഗ്ഷൻ, കിരീടം. എൻ്റെ വീട് കുറെ കാലം അറിയപ്പെട്ടിരുന്നത് കിരീടം ഷൂട്ട് ചെയ്ത വീടിന്റെ ഓപ്പോസിറ്റ് വന്നാൽ മതി ജഗദീഷിന്റെ വീട് മനസ്സിലാവുന്നതാണ് പറഞ്ഞത്. അങ്ങനെ ലാൻഡ്മാർക്ക്. കിരീടം ഉണ്ണി, കിരീടം ആ സിനിമയുടെ പേരിൽ തന്നെ കിരീടം ഉണ്ണി. ഉണ്ണി ദിനേശും എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. ഉണ്ണി എൻ്റെ കൂടെ പഠിച്ചാണ്. ദിനേശ് അന്ന് വീഡിയോ കാസറ്റ് ലൈബ്രറി നടത്തിയിരുന്ന, ചാനൽ 12 എന്ന് പറയുന്ന ലൈബ്രറി നടത്തിയിരുന്ന ദിനേശ്. അങ്ങനെ ഒരുപാട് പടങ്ങൾ ദിനേശിന്റെ ലൈബ്രറിയിൽ നിന്നാണ് ഞാൻ എടുത്ത് കണ്ടിട്ടുള്ളത്. പിന്നെ അടുത്ത സംഭവം എന്ന് പറയുന്നത് സിബി. എൻ്റെ ആദ്യ കഥ ശ്രീനിവാസൻ തിരക്കഥയാക്കുമ്പോൾ അതിന് സംവിധായകനായി വന്നത് സിബി മലയിലാണ്. ഓടൽ ദമ്മാവ ആളറിയാം എന്ന് എൻ്റെ ആദ്യ അല്ലെങ്കിൽ രണ്ടാമത്തെ ചിത്രത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. ആ രീതിയിലെല്ലാം തന്നെ ആത്മബന്ധം. ശിവനാട്സ് വിജയകുമാർ എന്ന് പറയുന്ന വ്യക്തി തിരുവനന്തപുരത്തുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും തന്നെ പ്രിയദർശൻ പരിചയപ്പെടുത്തി തന്ന വലിയ പ്രൊഡ്യൂസർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടറാണ്. കലാഹൃദയമുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർ. എന്താ പറയാ, എ ട്രൂ ജെന്റിൽമാൻ. എല്ലാ അർത്ഥത്തിലും വളരെ സ്വീറ്റ് ആയിട്ടുള്ള ബിഹേവിയർ. ഏത് ടെൻഷനും, എന്ത് ടെൻഷൻ വന്നാലും അതൊന്നും മുഖത്ത് പ്രകടിപ്പിക്കാതെ ലെറ്റ്സ് സീ അജയ് വിൽ ദേഖേഗാ കോയി ബാത് നഹീ. വിദേശായിരുന്നോണ്ട് ഹിന്ദിയൊക്കെ ഒരുപാട് സംസാരിക്കും. അജയ് എല്ലാത്തിനും ആരും. പിന്നെ മോഹൻലാലിന്റെ ജ്യേഷ്ഠൻ എൻ്റെ കൂടെ പഠിച്ചാണ് പ്യാർലാൽ. അന്ന് തൊട്ട് ആ കുട്ടിക്കാലം മുതൽ തന്നെ മോഹൻലാലിനെ എനിക്ക് അടുത്ത പരിചയമുണ്ട്. പ്രിയദർശനെ അറിയാം, MG ശ്രീകുമാറിനെ അറിയാം. അങ്ങനെ തിരുവനന്തപുരത്ത് തൈക്കാട് പ്രദേശത്തുള്ള എല്ലാവരും അറിയാം. രസകരമായിട്ടുള്ള സംഭവങ്ങൾ മണിയമ്പിള്ള രാജു പറഞ്ഞു. കിരീടവുമായി ബന്ധപ്പെട്ട ഒരു രസകരമായ സംഭവം എന്ന് പറയുന്നത്, എൻ്റെ വീട്ടിന്റെ അടുത്ത് ഉള്ള ഒരു കടയിലാണ് നൈറ്റില് ലാല് സേതുമാധവൻ ഉറങ്ങിക്കിടക്കുന്നത്. തിലകൻ ചേട്ടൻ വന്ന് ടോർച്ച് അടിച്ച് നോക്കുന്നത്. അതേപോലുള്ള ആ സീനുകൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു വിദ്യാർത്ഥിയെ പോലെ ഞാൻ നോക്കി നിൽക്കുമായിരുന്നു. ക്യാമറാമാൻ കുമാറിന്റെ അതിവിദഗ്ധമായ ക്യാമറ വർക്ക്. ക്യാമറ ചലിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോഹൻലാലിന്റെയും തിലകൻ ചേട്ടന്റെയും മുഖത്ത് മിന്നി മറയുന്ന വികാരങ്ങൾ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ, ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ അത്ഭുതത്തോടെ, ആവേശത്തോടെ ഞാൻ നോക്കി കണ്ടിട്ടുണ്ട്. ആ മാർക്കറ്റ് ഫൈറ്റ് എന്നൊക്കെ പറയുന്ന ആ സമയത്തുള്ള ഗ്ലിസറിനിടാതെ തിലകൻ ചേട്ടനും മോഹൻലാലും ഒക്കെ അഭിനയിക്കുന്നത് കണ്ട് കോരിത്തരിച്ചിട്ടുണ്ട്. സിനിമയെ എങ്ങനെ സമീപിക്കണം എന്ന് മോഹൻലാലിൽ നിന്നും ഒരുപാട് പഠിക്കാൻ കഴിഞ്ഞ ചില നിമിഷങ്ങളാണ് കിരീടത്തിന്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായത്.